എന്താണ് സമയം പുരുഷന്മാരെ കാണാനില്ലല്ലോ. എന്തൊക്കെയാ പറയാ ഇന്ന് ഇറങ്ങാൻ ലേറ്റ് ആയോ? ഒന്നും പറയണ്ടടോ, ഞാനൊരുത്തനെ പണിക്കാക്കിന് ഇവിടെ പെയിന്റിങ്ങിനെ. ഓപ്പൊന്ന് ലീവാക്കിയെന്നാ തോന്നുന്നത്. എനിക്കാണെങ്കിൽ റോഡിന്റെ ഉദ്ഘാടനത്തിന് പോകാനുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തിട്ട് പോവാ വിചാരിച്ചിട്ടേന്. അല്ല മെമ്പറെ, നിങ്ങളൊരൊറ്റ ടേണ് നിന്നപ്പോഴത്തേക്ക് നിങ്ങള് വീട് മുകളിലേക്ക് എടുത്ത് AC വെച്ച് സെറ്റ് ആക്കിണ്ടല്ലേ? അല്ല ഷിബു, നമ്മൾ ഈ കൊടിയും പിടിച്ച് പാർട്ടീൻ്റെ വൈത്താലെ എത്ര നടന്നതാണ്. അത് ഇതേമാതിരി ഒരു സ്ഥാനത്ത് എത്താനൊക്കെ തന്നെയല്ലേ. കാര്യം ശമ്പളമൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫണ്ടൊക്കെ വരൂ, അതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് അത്രയേ ഉള്ളൂ. ഇപ്പം തെരുവ് നായ്ക്കളൊരു ഫണ്ട് വന്നിട്ടുണ്ട്. നായ്ക്കൊക്കെ എന്തിനാടോ ഇത്രയും പൈസ? അതിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ എടുത്തിട്ട് ഒരു AC വെച്ച്, പിന്നെ വീടിന് കുറച്ച് പണി ഉണ്ടായിരുന്നു, അതും എടുത്ത് ഇനി ഒന്ന് പെയിൻ്റ് അടിക്കണം. അതിനാളെ നോക്കിക്കുക ഞാൻ. പിന്നെ അടുത്ത ടേണിലൊരു കാര്യമുണ്ട്. എന്നെ 21-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പറ്റിയ കണക്ക് 21-ാം വാർഡിൽ നിൽക്കാം. അതിന് ഫണ്ടൊക്കെ ഉണ്ടോ? അല്ല മെമ്പറെ, അപ്പം അത് വേണ്ട രീതി വിനിയോഗിക്കാൻ ഞാൻ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കൂലേ? ഒന്നുമില്ലടോ. അത് ഓരോ ഭാഗത്തും ഒരു 10-40 പട്ടികളുണ്ടെങ്കിൽ ഒരു 5-8 പിടിച്ചിട്ട് ചെവിയും കട്ട് ചെയ്ത് സൂചിയും വെച്ച് വിട്ടാൽ മതി. അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇത്? അത് ശരി, വെറുതെ അല്ല. നിങ്ങളിത് കൃത്യത ചെയ്യാത്തോണ്ടല്ലേ പട്ടികൾ ഇപ്പോഴും ഓരോ ഭാഗത്ത് പെറ്റു പെരുകണ മെമ്പറെ? പെറ്റു പെരുകണല്ലോ, നല്ല വീണ്ടും വീണ്ടും ഫണ്ട് വരുള്ളൂ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ചിന്തിക്കണം കേട്ടോ. അടുത്ത മെമ്പർ ആവാനുള്ള ആളാ. മെമ്പറെ, ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇപ്പം ചാനൽ തുറന്നു കഴിഞ്ഞാൽ പട്ടി കടിച്ച വാർത്തയേ ഉള്ളൂ. എത്ര ആളുകളാ പട്ടി കടിച്ച് മരണപ്പെടുന്നത്? എനിക്ക് റോഡ് ഉദ്ഘാടനമല്ല, അമ്പ പിന്നെ സംസാരിക്കാം. ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, വെറുതെ തിരക്കായി പോയി. ഏതായാലും വേണ്ടിയില്ല, അടുത്ത പ്രാവശ്യം എങ്ങനെങ്കിലും ഒരു മെമ്പറാവും. പട്ടി